മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകാനുള്ള കേന്ദ്ര തീരുമാനമാണ് അടുത്ത വിഷയം. നമ്മുടെ രാജ്യത്തെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഭാരതരത്ന നൽകുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരിക്കുന്നത്. അതിൽ വലിയ വിമർശനങ്ങൾ, എതിർപ്പുകൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിന് പിന്നാലെ LK അദ്വാനിക്ക് ഭാരതരത്ന നൽകുന്നത് അത് BJPയുടെ പൊളിറ്റിക്കൽ അജണ്ടയാണ് നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വലിയ വിമർശനം ഉയരുന്നത്. അജംസ്, എന്തു തോന്നുന്നു അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം നൽകിയത്? എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് ഈ ഭരണകൂടത്തിന് കീഴിൽ അതൊരു അത്ഭുതം ഉണ്ടാകുന്ന ഒരു കാര്യമേ അല്ല. അതിന് കാരണം വെച്ചാൽ ഇതിനു മുമ്പും കൊടുക്കാമായിരുന്നു അദ്ദേഹത്തിന്. വൈകി പോകുന്നതിന് പിന്നിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഈ സർക്കാർ, നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ സർക്കാർ ഭാരതരത്ന കൊടുക്കുന്നത്, പത്മ പുരസ്കാരങ്ങൾ കൊടുക്കുന്നതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇവിടെ അത് കാണാം. അപ്പോൾ അഡ്വാനിക്കൊപ്പം കർപ്പൂരി ഠാക്കൂർ. ആരാണ് കർപ്പൂരി ഠാക്കൂർ, ആരാണ് LK അഡ്വാനി? രണ്ടുപേരുടെ ലെഗസി ഒന്ന് പരിശോധിക്കണമല്ലോ. LK അഡ്വാനിയാണ് യഥാർത്ഥത്തിൽ മോദിയേക്കാൾ BJPക്ക് ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ടിൽ പേരുകൾ ഉണ്ടാക്കി കൊടുത്തൊരു നേതാവ്. അന്ന് മോദി അഡ്വാനിയുടെ ശിഷ്യനാണ്. അതായത് രഥയാത്ര സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര നടത്തുമ്പോൾ അതിൻ്റെ കൂടെ യാത്ര ചെയ്ത, അതിൻ്റെ സംഘാടകനായിരുന്ന ആളാണ് മോദി, അതായത് അഡ്വാനിയുടെ ശിഷ്യനായിട്ട്. അപ്പോൾ അഡ്വാനിയുടെ രഥയാത്രയാണ് അഡ്വാനിക്കും പോപ്പുലാരിറ്റി ഉണ്ടാക്കിയത്, BJPക്കും. അതായത് 84-ൽ വെറും 2 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് 98-ൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ആ രഥയാത്രയും ബാബരി മസ്ജിദ് തകർത്തുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രഥയാത്ര പ്രഖ്യാപിച്ചത്? വളരെ പെട്ടെന്ന്, അതായത് ഇത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വളരെ പെട്ടെന്നാണ് ഈ രഥയാത്ര വരുന്നത്. ഈ രഥയാത്ര വരാനുള്ളൊരു കാരണം ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കാൻ VP സിംഗ് തയ്യാറെടുക്കുകയാണ്. എന്താണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ OBC സംവരണം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ OBCകൾക്ക് സംവരണത്തിന് തന്നെ എതിരാണ് RSS BJPയും. അപ്പോൾ OBCകൾക്ക് സംവരണം ലഭിക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങൾക്കും സംവരണം ലഭിക്കുന്നുണ്ട്. അതിന് ഒരു കാരണവശാലും അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ബീഹാറിൽ OBC സംവരണം ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ഠാക്കൂർ. അന്ന് കർപ്പൂരി ഠാക്കൂർ ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ജനതാ പാർട്ടിയാണ്. ആ ജനതാ പാർട്ടി എന്ന് പറയുന്ന അന്ന് ജനസംഘം കൂടി ഉൾപ്പെട്ട, അതായത് BJPയുടെ പൂർവ്വരൂപമായ ജനസംഘം കൂടി ഉൾപ്പെട്ട ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി ബീഹാർ ഭരിക്കുമ്പോഴാണ് ആദ്യമായി കർപ്പൂരി ഠാക്കൂർ ഈ പറയുന്ന റിസർവേഷൻ ഏർപ്പെടുന്നത്, OBC റിസർവേഷൻ. അതായത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത്, കേരളത്തിലൊക്കെ നേരത്തെ ഉണ്ട് സംവരണമുണ്ട്, ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ഇത്തരത്തിൽ OBC സംവരണം കൊണ്ടുവരുന്ന കർപ്പൂരി ഠാക്കൂറാണ്. അപ്പോൾ കർപ്പൂരി ഠാക്കൂർ ഈ സംവരണം കൊണ്ടുവന്ന് വിത്തിൻ മന്ത്സ്, 1 മാസത്തിനുള്ളിൽ തന്നെ കണ്ട് അദ്ദേഹത്തിന് അധികാരം ഒഴിയേണ്ടി വന്നു. അദ്ദേഹത്തിന് ടേം പൂർത്തിയാക്കാൻ ഒരു മാസം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഈ പറയുന്ന ജനസംഘം എലമെൻറ്റ്സ് അദ്ദേഹത്തെ താഴെ ഇറക്കുകയാണ് ഈ സംവരണത്തിൻ്റെ പേരിൽ. ഞാൻ ഈ OBC സംവരണം പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ കമണ്ഡൽ രാഷ്ട്രീയം, അതിൽ മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു കർപ്പൂരി ഠാക്കൂർ എങ്കിൽ കമണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു അഡ്വാനി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകണം, 2024 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന് മുമ്പ് സാധാരണ ഭാരതരത്ന ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? രാജ്യം ആദരിക്കുന്ന ശാസ്ത്രജ്ഞർ, ഗായകർ, സാഹിത്യകാരന്മാർ, സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്, ഇവർക്കൊക്കെയാണ് ഭാരതരത്ന കൊടുക്കുന്നത്. ഈ രാഷ്ട്രീയക്കാർക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് അത്ഭുതമാണ്. കൊടുക്കട്ടെ, ഓക്കെ. അപ്പോൾ ഒരു വശത്ത് കർപ്പൂരി ഠാക്കൂറിന്, അതായത് മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ വക്താവായ കർപ്പൂരി ഠാക്കൂറിന് അവാർഡ് കൊടുക്കുന്നു, മറുവശത്ത് കമണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ വക്താവായ അഡ്വാനിക്ക് കൊടുക്കുന്നു. അഡ്വാനിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ, അഡ്വാനി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആളാണ്, കറാച്ചിയിൽ നിന്ന്. അപ്പോൾ ഇന്ത്യയിലേക്ക് കുടിയേറി ബോംബെയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം. അദ്ദേഹം 1941 RSSൽ ചേർന്ന ആളാണ്. 1941 RSSൽ ചേരുമ്പോൾ അദ്ദേഹത്തിന് 14 വയസ്സാണ്. പിറ്റേ വർഷമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്നത്. അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടില്ല. നമുക്കറിയാം, സ്വാഭാവികമായിട്ടൊരു RSS പങ്കെടുക്കില്ല. അദ്ദേഹം ആ പ്രക്ഷോഭത്തിനെതിരായിരുന്നു. ബ്രിട്ടീഷുകാർ അങ്ങനെ തിക്കും തിരക്കും കൂട്ടി ഓടിച്ചു വിടണമെന്ന നിലപാടായിരുന്നല്ലോ സംഘപരിവാറുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വളർന്നു വന്ന ഒരാൾ, അദ്ദേഹം ജനസംഘത്തിൽ വളർന്നു വരുമ്പോൾ ജനസംഘത്തിൽ അദ്ദേഹത്തെക്കാൾ മുകളിലായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ജനസംഘത്തിൻ്റെ കാലത്ത്. പിന്നീട് അവർ രണ്ടുപേരും ചേർന്നാണ് BJPയുടെ ഒരു ഫൗണ്ടിങ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ BJPയുടെ രാഷ്ട്രീയ രംഗത്ത്, അത് RSSൻ്റെ ഇതിലുണ്ട്, ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ചില റൈവലറികൾ ശ്രദ്ധേയമാണ്. ഒരു ഉദാഹരണം, ഇപ്പോൾ BJPയുടെ ഏറ്റവും വലിയ ഐഡിയോലോഗ്, ജനസംഘത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഐഡിയോലോഗായിട്ടുള്ള ആളാണ്. അതായത് BJP അവരുടെ ഐഡിയോളജി സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ദീൻ ദയാൽ ഉപാധ്യായ. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അദ്ദേഹത്തെ ആരാണ് കൊന്നതെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല, ഇപ്പോഴും അറിയില്ല. അദ്ദേഹം കൊല്ലപ്പെടാണ്ട് 1/2 നൂറ്റാണ്ട് കഴിയുമ്പോഴും അറിയില്ല അദ്ദേഹത്തെ ആരാണ് കൊന്നതെന്ന് അറിയില്ല. ബൽരാജ് മാധോക് എന്ന് പറയുന്ന ഒരു RSS പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ വിരൽ ചൂണ്ടുന്നത് അടൽ ബിഹാരി വാജ്പേയിക്ക് നേരെയാണ്.
ആ പുസ്തകം വിരൽ ചൂണ്ടുന്നത് വാജ്പേയിക്ക് നേരെയാണ്. വാജ്പേയിയും ദീൻദയാൽ ഉപാധ്യായും തമ്മിലുള്ള വൈരാഗ്യം, പാർട്ടിക്കകത്തുണ്ടായ വൈരാഗ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ബൽരാജ് മാധവ് എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ദീൻദയാൽ ഉപാധ്യായ കൊല്ലപ്പെടുന്നു. ഒരു ജനസംഘത്തിൻ്റെ ഒരു വലിയ നേതാവാണ്, കൊല്ലപ്പെട്ടിട്ട് ഇതുവരെയും അത് അന്വേഷിച്ച് ഇത്രയും നൂറ്റാണ്ട്, അതിനിടയിൽ കോൺഗ്രസ് ഭരിച്ചു, എത്രയോ ആളുകൾ ഭരിച്ചു, ആർക്കും ഇതൊന്നും അന്വേഷിക്കേണ്ട, ആരാണ് കൊന്നതെന്ന് അറിയണ്ട. BJP-ക്കാർക്കും അതാരാണ് അറിയണ്ട. ഇന്നേ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും BJP-ക്കാരൻ ദീൻദയാൽ ഉപാധ്യായെ കൊന്നതാര്? ഈ പഴയ കാര്യങ്ങളും കുത്തിപ്പൊക്കി അസ്ഥികൂടങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന ഒരാളാണല്ലോ RSSനും BJP-ക്കാരും. 500 കൊല്ലം പഴക്കമുള്ള പള്ളിക്കടിയിൽ ക്ഷേത്രം ഉണ്ടെന്ന് അന്വേഷിക്കുന്നവരാണ്. സ്വന്തം നേതാവിനെ കൊന്നതാരാണെന്ന് ഇതുവരെ അന്വേഷിക്കാൻ ഒരൊറ്റ BJP നേതാക്കൾ പറഞ്ഞിട്ടില്ല. ഇത് ഒരു രസം. ഇനി അത് കഴിഞ്ഞ് ഈ ദീൻദയാൽ ഉപാധ്യായുടെ മരണശേഷം വാജ്പേയി പ്രധാനപ്പെട്ട ലീഡറാവുന്നു. വാജ്പേയി ലീഡറാണെങ്കിലും BJP-ക്ക് ഒരു ഇൻട്രോഡ് കിട്ടുന്നില്ല. അവിടെയാണ് അഡ്വാനി BJP-ക്ക് ഇൻട്രോഡ് ഉണ്ടായി കൊടുത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്നത്. പക്ഷെ അപ്പോഴും അധികാരമേറുമ്പോഴും പ്രധാനമന്ത്രിയായിട്ട് വാജ്പേയിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ വാജ്പേയി പ്രധാനമന്ത്രിയാണ്. പിന്നെ വാജ്പേയി അഡ്വാനി രണ്ടുപേരുമാണ്. ഇവർക്കിടയിലുള്ള അധികാര തർക്കം. അദ്ദേഹം ഉപപ്രധാനമന്ത്രി ആവുന്നു, ഉപപ്രധാനമന്ത്രി ആക്കണമെന്ന് RSS ആവശ്യപ്പെടുന്നു. പക്ഷെ അവിടെ അദ്വാനിക്കൊരു പ്രശ്നം പറ്റി. അദ്വാനി പറഞ്ഞു ജിന്ന സെക്യുലർ ആണെന്ന് അദ്ദേഹം പാകിസ്ഥാനിൽ പോയി പറഞ്ഞു. മുഹമ്മദ് അലി ജിന്ന. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടയുകയാണ്. RSSൻ്റെ പിന്തുണ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. എന്തിനാണ് ജിന്ന സെക്യുലർ ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒഴിവാക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം രണ്ടുപേരുടെയും ഇതായിരുന്നല്ലോ. ജിന്നയുടെ ആയിരുന്നു, ഇവിടെ സവർക്കറുടെ ആയിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ അതിൽ എതിർത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പാർട്ടിയിൽ തീരെ എന്താണ് പറയുക സ്വീകാരനല്ലാതായി മാറുന്നു. അദ്ദേഹം 2009 ഇലക്ഷനിൽ രണ്ടാം UPA വീണ്ടും വന്നതോടുകൂടി അദ്വാനി എന്ന യുഗം അവസാനിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് ശിഷ്യനായ നരേന്ദ്രമോദി വരുമ്പോൾ നിൽക്കുക വിശ്രമയുദ്ധത്തിലേക്ക് പോയിട്ടില്ല. 2014 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മോദിയെ തെരഞ്ഞെടുക്കുന്നു. മോദി അധികാരത്തിൽ വരുമ്പോൾ മോദി അദ്വാനിയെ മാർഗദർശക് മണ്ഡലിലേക്ക് പൊക്കോളാൻ പറയും. ഒന്ന് ആലോചിച്ച് വെക്കുക, ചരിത്രത്തിൻ്റെ കാവ്യനിധി ആലോചിച്ച് നോക്കുക. എവിടെ നിന്നാണ് ഇത് വരുന്നത്? അദ്ദേഹത്തെ അവിടെ ഇരുത്തുന്നു. പാർലമെൻറ്റിൽ ആദ്യമായി ഈ പ്രധാനമന്ത്രി ഇങ്ങനെ പടിക്കെട്ടിൽ നമസ്കരിച്ചുകൊണ്ട് അധികാരം ഏറ്റെടുക്കുക. സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്നൊരു വരവുണ്ട്. ആ വരവ് ആർക്കൈവ്സിനുണ്ട്. ഈ ദിവ്യെന്നെടുത്ത് കണ്ടു നോക്കുക. ഇങ്ങനെ നിൽക്കുകയാണ് LK അഡ്വാനി മോദിയുടെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് കൈകൂപ്പി നിൽക്കുകയാണ്. ഈ മനുഷ്യനെ മൈൻഡ് ചെയ്യാനാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ. ഇത് ഭയങ്കര രസമുള്ളൊരു ചരിത്രത്തിന് കാവ്യനിധി എന്ന് പറഞ്ഞ സാധനമാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഇത്രയും നാൾ ഈ 10 വർഷവും ഇയാളെ മോദി മൈൻഡ് ചെയ്തിട്ടില്ല. മാർഗദർശക മണ്ഡലത്തിൽ ഇരുത്തുമായിരുന്നു. ഇപ്പോൾ പോയിട്ട് പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, സാധാരണ ഭാരതരത്ന പ്രഖ്യാപിക്കുന്ന രാഷ്ട്രപതി ഭവനിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാണ്, ഞാൻ ഇദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഭാരതരത്ന കിട്ടിയിട്ട് പോലും അദ്വാനിക്ക് അദ്ദേഹത്തിൻ്റെ 96-ാം വയസ്സിൽ ലഭിക്കേണ്ട ഒരു ബഹുമാനവും കിട്ടാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഇതൊരു ദുരൂഹ പ്രസ്ഥാനമാണ്. ഈ ദുരൂഹ പ്രസ്ഥാനത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് പുറലോകം അറിയില്ല. അത് അകത്തുള്ളവർക്കും അറിയണമെന്ന് ആവശ്യമില്ല. ഒരാളെ വേണ്ട എന്ന് തോന്നിയാൽ ഒരാളുടെ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ രാമജന്മഭൂമിയാണല്ലോ ഈ 2024 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഷോക്കേസ് ചെയ്യാൻ പോകുന്ന സാധനം. ആ സാധനം ഉണ്ടാക്കാൻ കാരണക്കാരനായ മനുഷ്യനാണ് അഡ്വാനി. അയാൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അയാൾ ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് വന്നോ? അയാൾ സംഘടിപ്പിച്ചോ? ഇല്ലല്ലോ. ആരോഗ്യ പ്രശ്നം എന്നാണ് പറയുന്നത്. ആദ്യം പോയി ക്ഷണിച്ചു, പിന്നെ വരണ്ടെന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആദ്യം ക്ഷണിച്ചില്ല, പിന്നെ ക്ഷണിച്ചു, പിന്നെ വരണ്ടെന്ന് പറഞ്ഞു. ക്ഷണിച്ചു, എന്നാലും വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും തരത്തിലുള്ളൊരു ധാർമ്മികതയുള്ള ആളുകളാണ് ഈ സംഘത്തിലുള്ളതെന്ന് തോന്നുന്നുണ്ടോ? ഒരു തരത്തിലുള്ള മൊറാലിറ്റിയും, പൊളിറ്റിക്കൽ മൊറാലിറ്റി പോട്ടെ, ഒരു തരത്തിലുള്ള വ്യക്തിപരമായ മൊറാലിറ്റി പോലും ഇല്ലാത്ത ആളുകളാണെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. പക്ഷേ ഈ കർപ്പൂരി ഠാക്കൂറിനെ അതിന് ഉപയോഗിക്കുന്നത് OBC വോട്ട് ലക്ഷ്യം വെച്ചാണ്. പക്ഷേ ഈ കർപ്പൂരി ഠാക്കൂറിൻ്റെ പിന്മുറക്കാർ, ഇപ്പോൾ JDU അതിൽ കൂടിയിട്ടുണ്ട്, നിതീഷ് കുമാർ കൂടിയിട്ടുണ്ട്. പക്ഷേ കർപ്പൂരി ഠാക്കൂറിനെ ഓർത്തിരിക്കുന്ന ബീഹാറുകാർക്ക് പഴയ സംഭവങ്ങൾ ഓർത്താൽ ഈ ഭാരതരത്നയൊന്നും അവർ ആകർഷ്ടരാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും നിഷാദ് പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിൽ തഴയപ്പെട്ടെങ്കിലും ഭാരതരത്ന കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാമല്ലേ അദ്വാനിക്ക്? ഭാരതരത്ന നരേന്ദ്രമോദി എന്തിനാണ് LK അദ്വാനിക്ക് കൊടുക്കുന്നതെന്ന് ഇപ്പോൾ അജിംസ് വളരെ വിശദമായിട്ട് പറഞ്ഞല്ലോ. അതായത് LK അദ്വാനിക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ ഏറ്റവും സമഗ്രാധിപത്യ കാലത്ത് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള റിവാർഡും അവർ കൊടുത്തിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കസേര കൊടുത്തിട്ടില്ല. അവസാനം ഒരു ഭാരതരത്ന എന്ത് ബാലൻസ് ചെയ്യാൻ കൊടുക്കുന്നു? കർപ്പൂരി താക്കൂറിന് കൊടുത്തു. കർപ്പൂരി താക്കൂർ ആരായിരുന്നു? ആർക്ക് വേണ്ടി സംസാരിച്ച ആളാണ്? അയാളെ നമ്മളെന്തിന് ആദരിക്കണം? നമ്മളല്ലേ അയാളെ ചവിട്ടി താഴെയിട്ടത് എന്ന ചോദ്യം ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഹിന്ദുത്വ ലീഡർ കൂടി കൊടുത്ത് ബാലൻസ് ചെയ്യുക. അതിനിപ്പോൾ ആരാ ഒരു ഹിന്ദുത്വ ലീഡർ? എവിടെ? അദ്വാനി ആ ലൈനിൽ അദ്വാനിക്ക് കൊടുക്കണം, മനസ്സിലായോ? അല്ലാതെ അദ്വാനിയെ ഒരു സവിശേഷ വ്യക്തിത്വമായി ആദരിക്കാമെന്ന് അവർക്ക് തോന്നുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആയിട്ടുള്ള രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ആരെയാണ് കൊണ്ടുവരേണ്ടത്?
കൊണ്ടുവരേണ്ട ആൾ എൽ കെ അദ്വാനിയാണ്. അദ്ദേഹമാണ് ഇതിനെ അങ്ങോട്ട് വിഭജിച്ച് കീറിക്കൊണ്ടുള്ള ഒരു വലിയ രഥയാത്ര നടത്തുന്നത്. ഈ മൂവ്മെൻറ്റിന് ശക്തി വരുന്നത്, അതിനെ പൊളിറ്റിക്കൽ ഫോഴ്സാക്കി കൺവേർട്ട് ചെയ്യുന്നവരാണ് അദ്വാനിയാണ്. അദ്വാനിയെ വിളിച്ചില്ല ആദ്യം, പിന്നെ വലിയ വിവാദവും വാർത്തയായപ്പോൾ അദ്വാനിയെ പോയി വിളിച്ചിട്ട് അതിൻ്റെ എന്താ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന കക്ഷി പറഞ്ഞെന്താണ്, വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അയാൾ പോയില്ല. അവിടെ പോയിരുന്നെങ്കിൽ അയാൾക്ക് അതിനകത്തൊരു പ്രധാനപ്പെട്ട പദവി, അയാളുടെ മുഖത്തേക്കും ക്യാമറ പോകാനെ. ക്യാമറ പോകേണ്ട അന്ന് ജിയുടെ മുഖത്തേക്ക് മാത്രമാണ്. കാരണം നമുക്കറിയാലോ, അസമിലൊരു ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധി പോകുന്നിട്ട് രാഹുൽ ഗാന്ധി തടഞ്ഞു, ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല, കാരണം ഇന്ന് ക്യാമറ വെക്കാൻ ഒരു സ്ഥലത്തേ പറ്റൂ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയായിരുന്നു. സോ അങ്ങനെ അദ്വാനിയെ അവഗണിച്ചില്ലാണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് 2 ഘടകങ്ങളിനകത്തുണ്ട്. ഒന്നാമത്തത് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്ര മൂവ്മെൻറ്റിന് ശക്തി പകർന്ന തുടക്കം കുറിച്ച് അതിനുവേണ്ടി പണിയെടുത്ത ആളെ അവഗണിച്ചു എന്ന ഒരു സംഗതി സംഘ്പരിവാറിൻ്റെ പ്ലാറ്റ്ഫോമിനകത്തുണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ട് മോദി ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞ കർപ്പൂരി താക്കൂറിന് ഈ ഭാരതരത്ന കൊടുക്കുമ്പോൾ ആർക്കാണ് കൊടുത്തത് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഒരു ഹിന്ദുത്വ സവർണ ലൈനിലുള്ള ആളുകളെ പ്രീതിപ്പെടുത്താനുള്ള ബാലൻസിങ് ആക്ട്, അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിലമതിക്കുന്നു വിചാരിക്കാൻ വയ്യ. പിന്നെ അദ്ദേഹത്തിന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ എന്താ അദ്വാനിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, രാജ്യത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് പരിശോധിച്ച് നോക്കിയാൽ അഡ്മിനിസ്ട്രേറ്റർ നിലയ്ക്കാണല്ലോ അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ ഉണ്ടാവേണ്ടത്. 1000 പേരാണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ രഥയാത്രയെ തുടർന്നുള്ള കലാപങ്ങൾ. രഥയാത്രയെ തുടർന്ന് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള കലാപങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കെടുക്കണം. ബാബരി മസ്ജിദ് പൊളിഞ്ഞു വീണപ്പോൾ അന്ന് രാത്രി എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു ആ സ്ഥലത്തുനിന്നറിയാമോ? അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ വേറെ എവിടെയല്ല. പ്രണവ് റോയി 2000 കൊടുത്തുള്ള ഇൻ്റർവ്യൂവിൽ അദ്വാനിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നേതൃപരാജയം നിങ്ങൾ സമ്മതിക്കുകയാണോ? കാരണം നിങ്ങൾ തീ കൊണ്ടാണ് കളിച്ചത്, ആ തീ കൈവിട്ടു പോയി അല്ലേ? അപ്പോൾ അദ്വാനി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞത്, യെസ് ഇറ്റ് വാസ് എ ടെറിബിൾ മിസ്റ്റേക്ക്, പക്ഷേ ഞങ്ങൾക്കതിനകത്ത് രാഷ്ട്രീയമായ റോളൊന്നുമില്ല എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ്. അതൊരു മിസ്റ്റേക്കായിരുന്നു, നേതൃപരാജയമാണല്ലേ എന്ന ചോദ്യത്തിന് അതെ എന്ന് ആൻസർ ചെയ്യുകയാണ് ആര്? ഈ അദ്വാനി. ആ അദ്വാനിക്ക് നമ്മൾ നേതൃമികവിനുള്ള പുരസ്കാരം കൊടുത്ത് ആദരിക്കുകയാണ്. അദ്വാനി ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്വാനി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ ഇവിടെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത്. ആ അദ്വാനിക്ക് നമ്മൾ ഭരണ മികവിനുള്ള പുരസ്കാരം കൊടുത്തത്. അദ്വാനി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് കാർഗിലിൽ നുഴഞ്ഞേറ്റം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, കാണ്ഡഹാറിൽ കൊണ്ടുപോയി ഹഫീസ് സയ്യിദിനെ അടക്കമുള്ള ആൾക്കാരെ വിട്ടുകൊടുത്തിട്ട് നമ്മൾ സമ്പൂർണ്ണമായും തോറ്റ് പിൻവാങ്ങിയത് അദ്വാനി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ആ അദ്വാനിക്ക് നമ്മൾ മനുഷ്യരെ ഒരുമിപ്പിച്ചതിനുള്ള ഭരണ മികവിനുള്ള പുരസ്കാരം കൊടുത്ത് ആദരിക്കുകയാണ്. ഗാന്ധിക്കൊക്കെ ഇത് കിട്ടാതിരുന്നതിൽ എന്തുമാത്രം ഭാഗ്യമാണെന്ന് ഗാന്ധിയുടെ പിന്മുറക്കാർ ചിന്തിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ സംഗതി അവർ ആ നിലയ്ക്ക് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ലോകത്താരൊക്കെ സന്തോഷിച്ചാലും ഇതിൽ സന്തോഷമില്ലാത്ത ഒരേ ഒരു മനുഷ്യനെ ഉണ്ടാവുള്ളൂ, അത് അദ്വാനിയാണ്. ഇത് എന്തിനാണെന്നും ഈ ചെയ്ത്ത് എന്തിനാണെന്നും അദ്വാനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഈ വലിയ പ്രായത്തിലും എന്നാണ്. ഈ അദ്വാനിയെ പറ്റി 2 നല്ല വാക്ക് പറഞ്ഞോട്ടെ. ഇപ്പോൾ അൺലൈക്ക് അതർ BJP ലീഡേഴ്സ്, അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ റഷീദ് കണ്ടല്ലോ, റഷീദുദ്ദീൻ, അദ്ദേഹം നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ അൺപ്ലസൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അദ്ദേഹം കേട്ടിരിക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യായിരുന്നു. അതൊരു നല്ല ഗുണമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തോട് ഇപ്പോൾ ഈ ബാബരി മസ്ജിദ് പൊളിച്ചതിനെ പറ്റി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഞാനിത് പൊളിയും അങ്ങനെ സംഭവിക്കുന്ന കരുതി എല്ലാം അങ്ങോട്ട് പോയത്, അതൊക്കെ വെറുതെ പറഞ്ഞാണ്. അവിടെ നടന്ന മുഴുവൻ കലാപങ്ങളും അദ്ദേഹം അറിഞ്ഞതാണല്ലോ. അത്രമാത്രം ഈ എന്താണ് VD സതീശൻ പറയുന്ന പോലെ വെള്ളത്തിന് തീ പിടിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പറയുന്ന ഒരു കുറ്റസമ്മതമായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അതിനകത്ത് ആൻസറിന്റെ പ്രത്യേകത ഞാൻ സമ്മതിക്കുന്നുണ്ട്, അദ്ദേഹം പ്രശ്നമായിരുന്നുള്ളൂ. മറ്റേയാണെങ്കിൽ പൂച്ച വണ്ടിക്കടിയാർക്ക് നമുക്കെന്നുള്ള. അപ്പോൾ അൺലൈക്ക് അതർ BJP ലീഡേഴ്സ് ഇദ്ദേഹം കുറെ കൂടി എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്, മാധ്യമപ്രവർത്തകരോടെങ്കിലും സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയാം. യെസ്, എന്തായാലും ഇവിടെ കർപ്പൂരി ഠാക്കൂറിനൊപ്പം അദ്വാനിക്കും ഭാരതരത്ന നൽകിയത് അത് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. പല എതിർ ശബ്ദങ്ങളും വിമർശകരുടെയും വായടപ്പിക്കുക ലക്ഷ്യം വെച്ച് തന്നെയാണ് കേന്ദ്ര സർക്കാർ അദ്വാനിക്കും ഭാരതരത്ന നൽകാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ വിഷയത്തോടു കൂടി ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.